ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 30 ജനുവരി 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് ബിക്കെയിം ദ 49th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ ഓഗസ്റ്റ് 2022? ഓപ്ഷൻസ് ഫാലി എസ് നരിമാൻ, ഗോപാൽ സുബ്രഹ്മണ്യം, മുകുൽ റോഹ്തഗി, ഉദയ് ഉമേഷ് ലളിത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 49th ചീഫ് ജസ്റ്റിസാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അല്ല, അന്നത്തെ വാലിഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് 50th ആണ്. 49th ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഉദയ് ഉമേഷ് ലളിത് ആണ്. ദാറ്റ് ഈസ് യു ലളിത് ആണ് 49th ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ലെയർ ഓഫ് ദി എർത്ത് ഡു നാച്ചുറൽ എർത്ത് ക്വേക്സ് അക്കർ? ഓപ്ഷൻസ് ലിത്തോസ്ഫിയർ, എസ്തനോസ്ഫിയർ, മീസോസ്ഫിയർ, ഇന്നർ കോർ. അപ്പം ഭൂമി കുലുക്കം നാച്ചുറൽ എർത്ത് ക്വേക്സ് അക്കർ ചെയ്യുന്നത് ലിത്തോസ്ഫിയറിലാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഔട്ടർ മോസ്റ്റ് ലെയറാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് സോളിഡ് സർഫസ് ആണ് ലിത്തോസ്ഫിയർ. ഇവിടെയാണ് ഭൂമി കുലുക്കം സംഭവിക്കുന്നത്. അടുത്തത് വെൻ ഡിഡ് അശോക ദ മൗര്യൻ റൂളർ ഡൈ? അശോക ദ മൗര്യൻ റൂളർ എപ്പോഴാണ് മരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 245 BC, 232 BC, 258 BC, 249 BC. നമ്മുടെ ആൻസർ വരുന്നത് 232 BC ആണ് ആൻസർ. അടുത്തത് ഡാഷ് ഈസ് ദി ചെയർപേഴ്സൺ ഓഫ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് ആസ് ഓൺ November 2022. സോ ഡാഷ് ഈസ് ദ ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എപ്പോഴും പ്രൈം മിനിസ്റ്ററാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ആരാണ്? PM നരേന്ദ്രമോദിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എപ്പോഴും പ്രൈം മിനിസ്റ്ററാണ്. അടുത്തത് ദ ബ്രാബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. ദ ബ്രാബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ് മഹാരാഷ്ട്ര, കേരള, മധ്യപ്രദേശ്, ബീഹാർ. ദ ബ്രാബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് ദ പവേഴ്സ് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? സോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 165, 149, 160, 148. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 149 ആണ്. 149 കൺട്രോളർ ജനറലിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ഹൗ മെനി ഫേസസ് വാസ് ദ ലാസ്റ്റ് സെൻസസ് ഓഫ് 2011 കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ? അപ്പോൾ എത്ര ഫേസസിലാണ് 2011 സെൻസസ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4132. ശ്രദ്ധിക്കുക, 2 ഫേസസ് ആയിട്ടാണ് 2011 സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇന്ത്യാസ് GDP കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഡാഷ് സെക്ടർ ഇൻക്രീസ്ഡ് ഇൻ ദ പീരിയഡ് ഫ്രം 11.8% in 1950-51 to 24.6% in 1991 എന്നാണ് പറയുന്നത്. 90-91 കാലഘട്ടത്തിൽ. അപ്പോൾ GDPയിൽ 50-51 കാലഘട്ടത്തിൽ 11.8% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്ത ഏതോ ഒരു പെർട്ടിക്കുലർ സെക്ടർ 90-91 കാലഘട്ടം ആയപ്പോഴേക്കും 24.6% കോൺട്രിബ്യൂട്ട് ചെയ്തു GDPൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് ചോദ്യം ഇതാണ്, അതേത് സെക്ടറാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഡിഫൻസ്, സർവീസസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ആ സമയത്ത് സാധ്യത വരാനുള്ളത് ഏതാണ്? ഇൻഡസ്ട്രിയലാണ് ആൻസർ. ഇൻഡസ്ട്രിയലാണ് പിന്നീട് ഗ്രോ ചെയ്തതും 90കളിലൊക്കെ ആയപ്പോഴേക്ക് 24.6% കോൺട്രിബ്യൂട്ട് ചെയ്തത്. അടുത്തത് ദ കപ്പിൾ ഹൂ വൺ പത്മഭൂഷൺ ഇൻ 2009 ഫോർ ഭരതനാട്യം ഈസ്? സോ ഭരതനാട്യത്തിൽ 2009 പത്മഭൂഷൺ വിൻ ചെയ്തത് ആരാണെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് മെഹബൂബ് സുബാനി ആൻഡ് കാലി ഷാബി മെഹബൂബ്, കൃഷ്ണ ഇല ആൻഡ് സുചിത്ര ഇല, KV സമ്പത് കുമാർ ആൻഡ് വിദുഷി KS ജയലക്ഷ്മി, വന്നത്തിൽ പുതിയ വീട്ടിൽ ധനഞ്ജയൻ ആൻഡ് ശാന്ത ധനഞ്ജയൻ. നമ്മുടെ ആൻസർ വരുന്നത് എന്നാണ്? VP ധനഞ്ജയൻ ആൻഡ് ശാന്ത ധനഞ്ജയനാണ് 2009 ഭരതനാട്യത്തിൽ അവാർഡ് കിട്ടിയ കപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് ODOP എയിംസ് ടു റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്കെയിൽസ് ഇൻ ടേംസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഇൻപുട്സ്, അവൈലിംഗ് കോമൺ സർവീസസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്ട്സ്. ചോദ്യം ഇതാണ്, ODOP എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് പ്രൊക്യൂർ ചെയ്യുക, അതേപോലെ തന്നെ കോമൺ സർവീസ് അവൈൽ ചെയ്യുക, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ODOP എന്ന് പറഞ്ഞാൽ എന്താണ്? 1 district 1 പ്രോഡക്റ്റ് ആണ്. 1 district 1 purpose, 1 district 1 person, 1 difference 1 പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇതെന്താ വരുന്നത്? 1 district 1 പ്രോഡക്റ്റ് ആണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ODOPയുടെ ബൂത്ത് കിയോസ്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണാവുന്നതാണ്. സോ അതാണ് ODOP, 1 district 1 പ്രോഡക്റ്റ്. അടുത്തത് ഹൂ ഈസ് ദ ന്യൂ സെക്രട്ടറി ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR ഇഫക്റ്റീവ് ഫ്രം 1 August 2022? പുതിയ സെക്രട്ടറി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ICARൻ്റെ. ഓപ്ഷൻസ് അമിതാഭ് കാന്ത്, ത്രിലോചൻ മഹാപാത്ര, സഞ്ജയ് അഗർവാൾ, ഹിമാൻഷു പാത്തക്. നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഹിമാൻഷു പാത്തക്കാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ICARൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്.
Now, next one, dash is used to control the demand and supply of money. So, എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഡെബിറ്റ് കൺട്രോൾ, ക്രെഡിറ്റ് കൺട്രോൾ, ഇക്വിറ്റി കൺട്രോൾ, ഷെയർ കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോൾ ആണ് RBI ഉപയോഗിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യാനായിട്ട്. Then, which industry do cotton, jute, silk, wool and textiles, sugar and edible oil, etc. belong to? Joint sector, heavy industry, agro-based industry, mineral-based industry. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ധാരണയുണ്ട്. കോട്ടണും ജൂട്ടും സിൽക്കും വൂളനും അതേപോലെ തന്നെ ഷുഗർ ആൻഡ് എഡിബിൾ ഓയിൽ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അതൊരു ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. അടുത്തത്, മൈറ്റോകോൺട്രിയ ഹാവ് ഡാഷ് മെമ്പറൈൻ കവറിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മെമ്പറൈൻ കവറിങ്സ് ആണ്? 5, 4, 2, 3. ഇപ്പം ഓർക്കുക, 2 മെമ്പറൈൻ കവറിംഗ് ആണ് വരുന്നത് മൈറ്റോകോൺട്രിയക്ക്. 2 മെമ്പർ കവറിങ്, ഔട്ടർ കവറും ഇന്നർ കവറുമാണ് വരുന്നത്. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻസ് ക്യാൻ യു ബിൽഡ് ലാർജ് ഡാംസ് ടു ജനറേറ്റ് ഹൈഡൽ പവർ? ഹൈഡൽ പവർ ജനറേറ്റ് ചെയ്യാൻ ലാർജ് ഡാം ബിൽഡ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ, ഡെസേർട്ട് ഏരിയാസ്, ഓഷ്യൻസ്, ഹില്ലി ടെറൈൻസ് ആൻഡ് പ്ലെയിൻസ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ക്യാൻ യു ബിൽഡ് ലാർജ് ഡാംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാർജ് ഡാംസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഹില്ലി ടെറൈൻസിലാണ് ലാർജ് ഡാംസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നബന്ന ഈസ് സെലിബ്രേറ്റഡ് ഇൻ ജാർഖണ്ഡ്, ഹരിയാന, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്. സോ ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നബന്ന എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നബന്ന എന്ന് പറയുന്നത് നോബോ അന്ന എന്നുള്ള അർത്ഥത്തിലാണ്. നോബോ പുതിയത് എന്നുള്ള അർത്ഥത്തിൽ, അന്ന എന്ന് പറയുന്നത് പുതിയ അരി, പുതിയ റൈസ് എന്നുള്ള അർത്ഥത്തിൽ. അത് നമ്മൾ ആഘോഷിക്കുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സോ ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നബന്ന സെലിബ്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഇനി അടുത്തത്, ഇൻ ഡാഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വയർഡ് എ ചാർട്ടർ ഫ്രം ദ റൂളർ ഓഫ് ഇംഗ്ലണ്ട് ക്വീൻ എലിസബത്ത് I, ഗ്രാൻറ്റിംഗ് ഇറ്റ് ദ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ദ ഈസ്റ്റ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയ ഒരു ചാർട്ടർ ഉണ്ട്. ആ ചാർട്ടർ എവിടെ നിന്നാണ്, ആരെ കയ്യിൽ നിന്നാണ് നേടിയതെന്നുള്ളത് പറയുന്നത് ക്വീൻ എലിസബത്ത് I ആണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ദ ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെപ്പോഴാണ് ആ ഒരു ചാർട്ടർ നേടിയതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് 1600, 1610, 1615, 1624. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1600 ആണ്. 1600-ലാണ് അങ്ങനെ ഒരു ചാർട്ടർ അക്വയർ ചെയ്തത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാർഷ്യൽ ഡാൻസസ് ഈസ് റിലേറ്റഡ് ടു ഉത്തരാഖണ്ഡ്? ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഷ്യൽ ഡാൻസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് താങ് താ, ഗട്ക, കളരിപ്പയറ്റ്, ചോലിയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മാർഷ്യൽ ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് ആൻസർ വരുന്നത് ചോളിയാണ്. ചോളിയ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു മാർഷ്യൽ ഡാൻസ് ഫോമാണ്. കളരിപ്പയറ്റും ഒരു മാർഷ്യൽ ഫോം തന്നെയാണ്. ഗത്ക എന്ന് പറയുന്നതും ഒരു മാർഷ്യൽ ഡാൻസ് തന്നെയാണ്. പക്ഷേ ഇത് സിഖ് മതത്തിലെ വിഭാഗത്തിൽപ്പെട്ടവരുടേതാണ്. പഞ്ചാബ് റീജിയനിലാണ് ഇത് കാണാൻ പറ്റുന്നത്. താങ് തായും അതേപോലെ തന്നെ ഒരു മാർഷ്യൽ ആർട്ട് തന്നെയാണ്. പക്ഷേ അത് കാണുന്നത് മണിപ്പൂരാണ്. അപ്പം ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ മാർഷ്യൽ ആർട്സാണ് വരുന്നത്. അടുത്തത്, ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമനിസം ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമനിസം എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജീവ് മിൽഖ സിംഗ് became the first player from India to join the European Tour in 1998. He won 4 European Tour titles, 4 Japan Golf Tour titles, 6 ഏഷ്യൻ ടൂർ ടൈറ്റിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജീവ് മിൽഖ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈയിങ് സിഖായ മിൽഖ സിംഗിൻ്റെ മകനാണ് ജീവ് മിൽഖ സിംഗ്. ഇദ്ദേഹം ഒരു ഗോൾഫറാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 4 യൂറോപ്യൻ ടൈറ്റിൽസ്, 4 ജപ്പാൻ ഗോൾഫ് ടൂർ ടൈറ്റിൽസ്, 6 ഏഷ്യൻ ടൂർ ടൈറ്റിൽസ്. 3ഉം ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1, 2 ആൻഡ് 3. സോ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 1, 2 ആൻഡ് 3 ആണ് ആൻസർ വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നമുക്ക് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്